ലോകത്തിൻ്റെ നേതാവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തങ്ങളുടെ ജനതയുടെ ഏതൊരു കാര്യത്തിനും നേതൃത്വം നൽകുന്നവരായിരുന്നു. എന്തൊരു പ്രശ്നങ്ങൾ വന്നാലും അല്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടുകൾ വന്നാലും അതിന് ഏതൊരു വിധേനയും അവിടുന്ന് പരിഹാരം കാണുമായിരുന്നു. അത്തരത്തിൽ ഹിറാഷ് എന്നവർക്ക് ഒരു പ്രയാസം നേരിട്ടപ്പോൾ അതിന് പരിഹാരം കണ്ട ആ ഒരു ചരിത്ര ഭാഗത്തെയാണ് യുവമാപ്പിള കവി ഷഹീർ ചേനര തൻ്റെ ഔസാഫുൽ മുസ്തഫ എന്ന കൃതിയിലുള്ള വരികളിലൂടെ നമ്മോട് പറയുന്നത്. ഇശൽ ചിതങ്കെട്ട കുഫറവൾ, ആദ്യ പല്ലവിയിൽ തന്നെ വിഷമങ്ങളെല്ലാം ഒരു ഭാണ്ഡത്തിലേറ്റിക്കൊണ്ട് ഹിറാഷ് എന്നവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വരികയാണ്. തൻ്റെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് അതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഹിറാഷ് എന്നവർ നബി തങ്ങളെ സന്ദർശിക്കാനിരിക്കുന്നത്. അവിടുന്ന് ഹിറാഷ് നബി തങ്ങളോട് പറയുന്നുണ്ട്, ഓ മക്കത്തെ നേതാവായ മുത്തുനബിയെ, അങ്ങയെപ്പറ്റി ഒരു നാട് മുഴുവൻ നല്ലത് പറയുന്നുണ്ട്. അല്ലമീനാണെന്നും സത്യസന്ധനാണെന്നും അങ്ങ് പരിശുദ്ധവാനാണെന്നും വരെ നാട്ടിൽ കേൾവിയുണ്ട്. അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ ചാരത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം നിങ്ങൾ കാണുമെന്ന പ്രതീക്ഷയോടെ എൻ്റെ വിഷമത്തിൻ്റെ ഭാണ്ഡക്കെട്ട് ഞാനിവിടെ തുറക്കുകയാണ്. അങ്ങൊന്ന് കേട്ടിരുന്നാലും. ബിദമൊത്ത സമയമിൽ ആരാശർ തിരുനബിയുള്ള ബസദിയിൽ ഹിറാഷൻഡോർ അനന്തത ഹൗഫദിനാൽ ബിന്റെ മതിരക പതിയതിനമിറവരുണ്ട്. മുതിയോരിൻ തിരുപ്പുകൾ 10 ഹൈലുണ്ട്. മുതൽവനിലമറതു മധുപടിക്കൊണ്ട് മുതിയ നിലമ തരാരുമാ പെരുമാ തളങ്കൃത നിലമാ മധുമതിയ ശകുട പരിസമ കസവൊളി പാടി. ബിദമൊത്ത സമയമിൽ ആരാശർ തിരുനബിയുള്ള ബസദിയിൽ ഹിറാഷൻഡോർ അനന്തത ഹൗഫദിനാൽ. എൻ്റെ പ്രശ്നങ്ങളൊന്ന് കേൾക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഹിറാഷ് തൻ്റെ വിഷമങ്ങളുടെ ഭണ്ഡാരക്കെട്ട് തുറക്കുകയാണ്. നബിയെ, ഞാൻ ഭയങ്കര ദുഃഖത്തിലാണ്. എൻ്റെ മനസ്സും ശരീരവുമെല്ലാം അതുമൂലം ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് മാത്രമേ എനിക്കത് പറയാൻ കഴിയൂ. നബിയെ, എനിക്കൊരു പ്രതാപമുള്ള ഒരു കാലമുണ്ടായിരുന്നു. ധാരാളം ഒട്ടകങ്ങളും അതുമൂലം ധാരാളം സമ്പത്തും എനിക്കുണ്ടായിരുന്നു. അത്രക്കും വലിയ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബമായിരുന്നു എൻ്റേത്. എന്നാൽ ഒരു ദിവസം എല്ലാം തകിടം മറിഞ്ഞുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും വീണുപോയി. എല്ലാം ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവസാനിച്ചു നബിയെ. ഇതിനെല്ലാം കാരണം അബൂജഹലാണ്. പെട്ടെന്നൊരു ദിവസം അബൂജഹൽ എൻ്റെ വീടിൻ്റെ മതിൽ ചാടിക്കടന്നു വരികയും എൻ്റെ ഒട്ടകത്തെ പൈസ തരാമെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിക്കൊണ്ടു പോവുകയും, എന്നാൽ പിന്നീട് ഞാൻ പൈസ ചോദിച്ചപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നബിയെ. ഞാൻ വളരെ നിസ്സഹായനായ അവസ്ഥയിലാണ്. അങ്ങ് എന്തെങ്കിലും ഒരു പരിഹാരം കാണണം നബിയെ. ഈ ഒരു ഭാഗത്തെയാണ് കവി അനുപല്ലവിയിൽ കുറിക്കുന്നത്. ബദായനദുൽ കൽഫിൻ വീരെ പതിമക്ക് തുതിത്തൊര മുഹമ്മദുണ്ടൊളിവെ. ബദായനദുൽ കൽഫിൻ വീരെ പതിമക്ക് തുതിത്തൊര മുഹമ്മദുണ്ടൊളിവെ. ബദന്നകം മുഖം ബിങ്കും ഭഗം കസീറതിനാൽ ചിങ്കാര
പദവികളൊരുദിൻ ചിന്താര പുതുമകളതിൻ ചിങ്കാര പദവികളൊരുദിൻ ചിന്താര പുതുമകളതിൻ ചെണ്ടു ചാടി ചുമ എന്തിൽ കെണ്ടനബുൽ വൊണ്ട എണ്ട ഹക്കമെണ്ട കിണ്ടനതനെണ്ടി എണ്ട നിത മൂടിയാടിടാൻ മിണ്ടാനെ മുതൽ ത്വരിതമതിൽ ബദൽ ഉരത്തൊടുവിൽ അതിലായതു പതിവായി നെടിൽ മൂടുമാടി വിടും മേടമാതിടകം ചൂടി കഥയതു പ്രതികിടമായി വിധമൊത്ത സമയമിൽ അരശർ തിരുനബിയുള്ള ബസദിയിൽ ഹിറാശണ്ടോർ അനന്തത ഹൗഫദിനാൽ. ഓ ഹിറാഷ്, നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട. നിശ്ചയമായിട്ടും നിനക്ക് നീതി കിട്ടുക തന്നെ ചെയ്യും. നിന്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാഷിനെ സമാധാനിപ്പിക്കുകയാണ്. അത് കേട്ട് ഹിറാഷ് ഒരു നിമിഷം എല്ലാം മറന്നുകൊണ്ട്, തൻ്റെ പ്രശ്നങ്ങളെല്ലാം മറന്നുകൊണ്ട് നബി തങ്ങളുടെ വാക്കുകളിൽ ലയിച്ചു പോവുകയാണ്. സന്തോഷം കൊണ്ട് ഹിറാഷിൻ്റെ അധരം വിടരുകയാണ്. അങ്ങനെ ഹിറാഷിനെയും കൂട്ടി നബി തങ്ങൾ അബൂജഹലിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയം വീട്ടിനകത്ത് ഒളിച്ചിരുന്നു കൊണ്ട് ഋതുബത്തും ഷൈബത്തും വലീദും ഈ ഒരു രംഗം അങ്ങനെ കണ്ടിങ്ങനെ ചിരിക്കുകയാണ്. അതായത് ഹിറാഷ് നബി തങ്ങളുടെ അടുത്തേക്ക് വന്ന് തൻ്റെ ആവലാദികൾ പറഞ്ഞ് കരയുന്നതും, നബി തങ്ങൾ ഹിറാഷിനെയും കൂട്ടി അബൂജഹലിൻ്റെ അടുത്തേക്ക് പോകുന്നതും കണ്ട് ഒരു പരിഹാസത്തോടെ ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് മൂവരും. അങ്ങനെ ഈ ഒരു ഭാഗമാണ് കവി ചരണത്തിൽ നമ്മോട് പറയുന്നത്. നിദാ ഉടയോൻ തുണയും ധീരെ നിധിമനഹമദ കരമതിൽ ചേർത്ത്. നിദാ ഉടയോൻ തുണയും ധീരെ നിധിമനഹമദ കരമതിൽ ചേർത്ത്. നിതം പോതും വിധം ചിന്തും പദം ചിതമതിനാൽ സന്തോഷം ഉതിറങ്ങി നിറയും ബന്തോഷം കൊടുമയർ ചിരിയും. സന്തോഷം ഉതിറങ്ങി നിറയും ബന്തോഷം കൊടുമയർ ചിരിയും. ബൈത്തകത്തിലുത്ത് ബത്ത് കുത്തനും മത്തകത്തിൽ ശൈബത്തൊരുത്തനും പൊത്തകത്തിൽ വലിതൊത്ത് മത്തിടർ പാർത്താനെ. ഉടൻ തിരുതളുറൽ ചുടർ വെള്ളി പുറമിലതപാൽ ഗുരുവണവായി ജഹിൽദാറിൻ ബാബദിനി ചാര ചേർന്നുകിൽ ഓതി. അന മുഹമ്മദ് നബി അവരായി വിധമൊത്ത സമയമിൽ അരശർ തിരുനബിയുള്ള ബസദിയിൽ ഹിറാശണ്ടോർ അനന്തത ഹൗഫദിനാൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നവരാണ്. ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നവരാണ്. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള ഏതൊരു കാര്യത്തിനും മുന്നിട്ടിറങ്ങുന്നവരായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെയുള്ള റസൂൽ തങ്ങളെ കൂട്ടിയാണ് ഹിറാഷ് അബൂജഹലിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ അവിടെ വെച്ച് നബി തങ്ങളുടെ ഇരു ചുമലുകളിലും മലക്കുകൾ വന്നിറങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ അത് രണ്ട് ഗർജിക്കുന്ന സിംഹമായി മാറുകയാണ്. ഇത് കണ്ട് പേടിച്ച് വിറച്ച് നിന്ന അബൂജഹലിനോട് റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ഓ അബുൽ ഹക്കം, നീ ഹിറാഷിൻ്റെ സമ്പത്ത് എടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തിരിച്ചു കൊടുത്തേക്ക് എന്ന് കൽപ്പിക്കുകയാണ്. അപ്പോൾ അതേ നബിയെ, ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ തന്നെ തിരിച്ചു കൊടുക്കാമെന്ന് ഭയന്ന് വിറച്ചുകൊണ്ട് ഹിറാഷ് മറുപടി പറയുകയാണ്. എന്നാൽ നബി തങ്ങളും ഹിറാഷും അബൂജഹലിൻ്റെ വീട്ടിലേക്ക് പോയ രംഗം കണ്ട് ചിരിച്ചിരുന്ന ഉത്ബത്തും ഷൈബത്തും വലീദും എന്താണ് ഇവിടെ നടക്കുന്നതെന്നറിയാതെ ഒരു നിമിഷം അന്താളിച്ചു നിൽക്കുകയാണ്. അതുപോലെ തന്നെ അബൂജഹലും നിന്നയിടത്ത് തന്നെ അനങ്ങാതെ അന്തം വിട്ടു നിൽക്കുകയാണ്. ഈ സമയം നബി തങ്ങളും ഹിറാഷും തങ്ങളുടെ ആവശ്യം നിറവേറിയതിൻ്റെ സന്തോഷത്തിൽ, അതായത് നബി തങ്ങൾക്ക് തർക്കത്തിന് പരിഹാരം കണ്ടതിനും ഹിറാഷിന് തൻ്റെ സമ്പത്ത് തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷത്താലും അവർ അബൂജഹലിൻ്റെ വീട്ടിൽ നിന്ന് മടങ്ങി പോവുകയാണ്.
ഈ ഒരു ചരിത്രഭാഗത്തെയാണ് ഹിറാഷ് യുവമാപ്പിള കവി ഷഹീർ ചേനര തൻ്റെ വരികളിലൂടെ അർത്ഥമാക്കുന്നത്. ഹുദാസമാനിൻ കാവല്ലുരവേ സതിസരമൊളിന്തിടും തുതിമതി ബദറായി. ഹുദാസമാനിൻ കാവല്ലുരവേ സതിസരമൊളിന്തിടും തുതിമതി ബദറായി. ഹിതം സദാ ബിഗും ചേതി വളർമ പെരുത്തിടലായി. കണ്ടാനെ അസദുകൾ ചുമലിൽ നിണ്ടാനെ അബുജഹൽ ഖൗഫാൽ. കണ്ടാനെ അസദുകൾ ചുമലിൽ നിണ്ടാനെ അബുജഹൽ ഖൗഫാൽ. ശണ്ട കൂടുമാ രണ്ട് ഗർജനം കൊണ്ടു തമ്മിലായി മണ്ടുമാതിരം തണ്ട് കാട്ടിടും ജഹലിൻ ചടിലമു പൂണ്ടാനെ. ഉടൽ വിരണ്ടയതിൽ ഫളിൽ പെരുത്ത ചെതിൽ അജബാൽ ബദറുദിവായ്. ബശി ബീസി നേശമിസൽ ഏസി സകലമിൽ കൂടി സിയസിതനു വലിടലായി. ബിദമൊത്ത സമയമിൽ അരശർ തിരുനബിയുള്ള ബസദിയിൽ ഹിറാഷണ്ടോർ അനന്തത ഹൗഫദിനാൽ. ബിന്റെ മതിരക പതിയതിനമിറവരുണ്ട് മുതിയൊരിൻ തിരുപ്പുകൾ ബത്ഹയിലുണ്ട്. മുതൽ വനിലമറതു മധുപടിക്കൊണ്ട് മുതിയ നിലമ തര ഒരുമ പെരുമ തളകൃത നിലമ മധുമതിയശകുട പരിസമ കസവളി പാടി. വിധമൊത്ത സമയമിൽ അരശർ തിരുനബിയുള്ള ബസദിയിൽ ഹിറാഷണ്ടോർ അനന്തത ഹൗഫദിനാൽ. അനന്തത ഹൗഫദിനാൽ. അസ്സലാമു അലൈക്കും.